കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. നാളെ ജാമ്യാപേക്ഷയെ SIT എതിർത്തു. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യാപേക്ഷ SIT എതിർക്കുന്നത്? എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ജിതിൻ ഭാസ്കറിന്റെ കോടതിയിൽ? കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതിയായ DFI നേതാവ് ജിതിൻ ഭാസ്കറിന് 2ാം തവണയാണ് ജാമ്യാപേക്ഷയുമായി വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ തള്ളുകയും പോലീസിന് കസ്റ്റഡി നൽകുകയും ചെയ്തു. ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജാമ്യം അനുവദിക്കണമെന്നാണ് ജിതിൻ ഭാസ്കറിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. അതേസമയമുള്ള നിർണായകമായ കേസാണ്. മാത്രമല്ല, കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് പോലും ഇയാളാണ്. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനിയും ജിതിൻ ഭാസ്കറിന് കുറെ കാര്യങ്ങൾ അറിയാൻ കൂടിയുണ്ട്, വിവരങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ജിതിന് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അഭിഭാഷകനിലൂടെ വാദിച്ചു. ഈ 2 വാദങ്ങളും കോടതി ഇന്ന് കേട്ടിട്ടുണ്ട്. നാളെയായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. നാളെയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. വിശദാംശം നൽകിയത്